അത്യുന്നതനായ ദൈവം, സർവശക്തനായ ദൈവം ആരാധനയ്ക്ക് യോഗ്യൻ ആയതുകൊണ്ട് നമുക്കെല്ലാവർക്കും ദൈവത്തിന് എല്ലാ മഹത്വവും അർപ്പിക്കാം. സ്തുതിയും സ്തോത്രവും ആരാധനയും പുകഴ്ചയും എല്ലാം ദൈവത്തിന് നമുക്ക് അർപ്പിപ്പാൻ കർത്താവ് കൃപ നൽകട്ടെ. എല്ലാവർക്കും ക്രിസ്തുവിൽ വന്ദനം ചൊല്ലുന്നു. യഥാർത്ഥ ആത്മീയ ജീവിതം എന്താണെന്ന് പലരും ചിന്തിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വളരെ ആശാവഹമായ ഒരു കാര്യമാണ്. ഇന്ന് ആത്മീകം എന്നൊക്കെ ആളുകൾ വിശേഷിപ്പിക്കുന്ന പലതും ആത്മീകമല്ല എന്നുള്ള തിരിച്ചറിവ് തന്നെ ഒരു നല്ല കാര്യമായിട്ട് നാം കാണണം. സഭകൾക്കുള്ളിൽ നടക്കുന്ന പ്രാകൃതവും ജഡികവുമായിട്ടുള്ള പല കാര്യങ്ങളും കണ്ട് ആളുകൾ ദൈവവചനത്തിൻ്റെ സത്യം അന്വേഷിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വളരെ നല്ല ഒരു കാര്യമായിട്ട് നാം കാണണം. വചനം വായിക്കുകയും പഠിക്കുകയും വചനം ശരിയാവണ്ണം പഠിപ്പിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ നമ്മുടെ സഭകളിൽ ഉണ്ടായിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നു. യഥാർത്ഥ ആത്മീയത എന്ന് പറയുമ്പോൾ ചിലരൊക്കെ ചിന്തിക്കുന്നത് കൃത്യമായിട്ട് സഭയിൽ പോവുക, ദൈവത്തിന് കൊടുക്കുവാനുള്ളതൊക്കെ കൊടുക്കുക, സാക്ഷ്യം പറയുക, സുവിശേഷ വേല ചെയ്യുക, അങ്ങനെ ഉള്ള ചില കാര്യങ്ങളാണ് യഥാർത്ഥ ആത്മീയത എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ അതാണോ? ആത്മീയതയുടെ ഒരു ഭാഗമാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നുള്ളത് നിഷേധിക്കുന്നില്ല. എന്നാൽ നമ്മെ രക്ഷയിലേക്ക് നടത്തിയ കർത്താവ്, നാം രക്ഷിക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ സ്വഭാവത്തിന് നമ്മുടെ കർത്താവ് എന്ത് മാറ്റം വരുത്തി എന്നുള്ളത് പലപ്പോഴും നാം ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ? ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നു എന്നൊക്കെ പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ദൈവത്തിൻ്റെ വചനം ഏത് വ്യക്തിയെയും രൂപാന്തരപ്പെടുത്തുന്നു, ഏത് വ്യക്തിയുടെയും ജീവിതത്തിൽ വ്യത്യാസം വരുത്തുന്നു എന്നൊക്കെ നാം അവകാശവാദം ഉന്നയിക്കുമ്പോഴും നമ്മിൽ എന്ത് മാറ്റം വന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടതല്ലേ? ഒരുപാട് പാപസ്വഭാവങ്ങളെക്കുറിച്ച്, ജഡത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ചൊക്കെ തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. പല കാര്യങ്ങൾ അക്കമിട്ട് പറയുന്നുണ്ടെങ്കിലും അത് ഓരോന്നോരോന്നായിട്ട് വിശദീകരിക്കുവാൻ നമ്മുടെ മുമ്പിൽ സമയം വളരെ കുറവാണെങ്കിലും നാം അതൊക്കെ ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന മാരകമായ ഒരു വിഷമാണ് അസൂയ എന്ന് പറയുന്നത്. അസൂയയുടെ ശക്തി അത് ഭയങ്കരമാണ്. അത് പലരെയും തകർക്കുവാൻ വരെ ശക്തിയുള്ളതാണ്. മത്തായി സുവിശേഷം 27-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ യേശുവിനെ യഹൂദന്മാർ കൊല്ലുവാൻ ഏൽപ്പിച്ചു കൊടുക്കുവാൻ കാരണമായത് അസൂയ കൊണ്ടായിരുന്നു അവർ അവനെ ഏൽപ്പിച്ചതെന്ന് പീലാത്തോസ് ഗ്രഹിച്ചതായി നാം ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നു. അസൂയ, അതിൽ നിന്ന് നമ്മിൽ എത്ര പേർക്ക് പുറത്തു വരുവാൻ കഴിഞ്ഞിട്ടുണ്ട്? അസൂയ നമ്മുടെ ജീവിതത്തിലുണ്ടോ ഇല്ലയോ എന്ന് നാം പരിശോധിക്കാറുണ്ടോ? നമ്മേക്കാൾ അധികമായി, നമ്മേക്കാൾ മെച്ചമായി മറ്റുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ലഭിക്കുന്നത് കാണുമ്പോൾ അസൂയ ഉള്ളവർക്ക് വളരെ വിഷമം ആ സന്ദർഭത്തിൽ ഉണ്ടാകാറുണ്ട്. ബുദ്ധിപരമായ സിദ്ധികൾ, ശാരീരിക ബലം, സൗന്ദര്യം, ജനസമ്മതി, അംഗീകാരം, ഭൗതിക നേട്ടങ്ങൾ, അങ്ങനെ നാനാവിധമായ മെച്ചപ്പെട്ട അനുഗ്രഹങ്ങൾ, ഇത് നമ്മേക്കാൾ മറ്റൊരാൾക്ക് ഉണ്ടാകുമ്പോൾ ഒരുവനിൽ അസൂയ ഉണ്ടെങ്കിൽ ആ സമയത്ത് അസൂയ ഉണർത്തപ്പെടും എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. സ്വന്തം മക്കൾ അയൽക്കാരുടെ മക്കളേക്കാൾ എപ്പോഴും മിടുക്കരായിരിക്കണം എന്ന് ഏത് മാതാപിതാക്കളും ആഗ്രഹിക്കാറുണ്ട്. ഇതുപോലെയുള്ള പല കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടെന്നുള്ളത് നിഷേധിക്കുവാൻ നമുക്ക് ഒരിക്കലും സാധ്യമല്ല. എന്തുകൊണ്ട് നമുക്ക് ആത്മീയ വളർച്ച ഇല്ലാതെ പോകുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം പത്രോസ് അപ്പോസ്തലൻ തൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. സകല ദുഷ്ടതയും അസൂയയും ചതിവും വ്യാജഭാവവും നീക്കിക്കളഞ്ഞ്
രക്ഷയ്ക്കായിട്ട് വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. എത്രയോ വിശദമായി ലളിതമായി ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അസൂയ നമ്മിൽ നിന്ന് നീങ്ങിപ്പോകണം, നാം അത് നീക്കിക്കളയണം. എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷയ്ക്കായിട്ട് വളരുവാൻ, വചനം ആകുന്ന മായമില്ലാത്ത പാൽ കുടിച്ചു വളരുവാൻ കഴിയുകയുള്ളൂ എന്നാണല്ലോ ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്ന മുന്നറിയിപ്പ്. ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇതുപോലെയുള്ള മുറുകെ പറ്റുന്ന പല പാപസ്വഭാവങ്ങളും നമ്മിലുണ്ടെങ്കിൽ നമുക്ക് ആത്മീയ ജീവിതം അനുഗ്രഹമാണെന്ന് അവകാശപ്പെടുവാൻ ഒരിക്കലും സാധ്യമല്ല. ക്രിസ്തു നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനാണ് ഈ ലോകത്തിൽ വന്നത്. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് അവനെ യേശു എന്ന് പേരിടണം എന്നാണല്ലോ ദൈവജനത്തിൽ നാം കാണുന്നത്. അതുകൊണ്ട് പാപസ്വഭാവത്തിന് വ്യത്യാസം വന്നിട്ടുള്ള ഒരു ജീവിതം, അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. ക്രിസ്തു നമ്മിൽ വരുമ്പോൾ അതാകട്ടെ നമ്മിൽ വരുന്ന മാറ്റം. നമുക്കതിനു വേണ്ടി സമർപ്പിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ വചനം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരികയും അത് മറച്ചു വയ്ക്കാതെ അതിൻ്റെ സത്യങ്ങൾ അനുസരിപ്പാൻ അനുസരണത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ.